വിപരീതമായിട്ട് വന്നാൽ ക്ഷേത്രത്തിന് ദോഷങ്ങൾ കൂടുന്നു പറയും. അപ്പോൾ നമുക്ക് അങ്ങനെ വന്നിട്ടില്ല. ഈശ്വരാധീനമുണ്ട്. വ്യാഴം 4 ഭാഗത്തിനും അനുകൂലമായിട്ട് വന്നു. അപ്പോൾ ദോഷങ്ങളെ വേഗം പരിഹാരം ചെയ്യാൻ സാധിക്കുന്ന അർത്ഥം കേട്ടോ. ഇനി സ്ഥിതി സ്ഥൂല അംശക സൂക്ഷ്മാന്നും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥിതി കൊണ്ടാണ് ഈ 6 ഭാവം ചിന്തിച്ചത്. ഈ അംശകാലം വ്യാഴം എങ്ങനെയാണ് പ്രതികൂലമാണോ അനുകൂലമാണോ എന്ന് നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ ആരൂഢത്തിൻ്റെ 6 ആരൂഢത്തിൻ്റെ 6 അംശകം ആരൂഢ ഉദയം ഉദയത്തിന്റെ 4 അല്ല ഉദയത്തിന്റെ 4 ഉദയ ലഗ്നാംശം ലഗ്നാംശകത്തിന്റെ 12 ദോഷം. ലഗ്നാംശം ഛത്രം ഛത്രരാശിയുടെ 11 സൃഷ്ടാംഗരാശിയുടെ 7 ചന്ദ്രാധിഷ്ഠിത രാശിയുടെ 10 അതും 4 തന്നെ. അപ്പോൾ അതും നമുക്ക് അംശകാൽ നോക്കുമ്പോൾ 4 ഭാഗത്തുനിന്ന് അംശകം വ്യാഴം അനുകൂലമായിട്ട് വന്ന് 2 ഭാഗത്തിനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഗുണം കൂടിയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതും നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വ്യാഴത്തിൻ്റെ ഞാൻ പ്രശ്നാരൂഢത്തിൻ്റെ വ്യാഴം 5 വന്നാലും അംശകം കൊണ്ട് വ്യാഴം 6 പോയി മറിയും ചെയ്യും. അപ്പോൾ അങ്ങനെ അതൊരു ദോഷമാണ്. വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ട് അനുഗ്രഹിച്ചിട്ടും അംശകാൽ മറിഞ്ഞിട്ടുമാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇവിടുത്തെ ദോഷങ്ങളെ കണ്ടുപിടിക്കണം. വ്യാഴത്തിൻ്റെ അംശകാൽ മാറി നിൽക്കുന്നുണ്ട് വ്യാഴം. പിന്നെ മകരൻ രാശിയുടെ സ്വഭാവം ഇപ്പം നമുക്ക് ഈ 12 രാശികൾക്ക് ഈ മകരൻ രാശിക്ക് എന്തൊക്കെയാണ് വിശേഷങ്ങൾ, അത് ഈ ക്ഷേത്രവും ദേവിയായിട്ട് എന്താണ് മകരൻ രാശി